ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ UAE-ലോട്ട് ജോബുകളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവരാണോ? അതായത് UAE-ലോട്ട് മാത്രമല്ല വിദേശത്തോട്ട് ജോബുകളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആകും. കാരണം നമ്മൾ UAE-ലോട്ട്, ഞാൻ ഫോർ എക്സാമ്പിൾ UAE വെച്ച് തന്നെ പറയാം, UAE-ലോട്ട് മിക്കവരും തന്നെ വരുന്നത് കൺസൾട്ടൻസി ഒക്കെ ഉപയോഗിച്ചാണ്. അതായത് കൺസൾട്ടൻസി പോയിട്ട് അവിടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടച്ച് അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ജോബ് സെറ്റാക്കിയാണ് UAE-ലോട്ട് വരുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് വിസിറ്റ് വിസ എടുത്ത് UAE-ലോട്ട് വന്ന് ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനായിട്ട് മിക്കവർക്ക് തന്നെ ഒരു പേടിയുണ്ട്. കാരണം ജോബ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പൈസ വെറുതെ പോകും, അങ്ങനെയുള്ള കുറേ അധികം. പിന്നെ ഇവിടെ വന്ന് എങ്ങനെ സർവൈവ് ചെയ്യും, പുതിയതായിട്ടൊരു രാജ്യത്തോട്ട് വരുമ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും എന്നുള്ള കുറേ അധികം ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മിക്കവരും തന്നെ ഈ കൺസൾട്ടൻസിയെ ആശ്രയിക്കുന്നത്. ഈ കൺസൾട്ടൻസിയെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ മിക്കവരും തന്നെ ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഈ കൺസൾട്ടൻസി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കുറേ അധികം കൺസൾട്ടൻസീസ് ഉണ്ട്. ഈ കൺസൾട്ടൻസീസിലൂടെ നമ്മൾ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് നാട്ടിൽ വന്നിരിക്കുന്ന, അതായത് വിദേശത്തുള്ള ജോബുകളുടെ വേക്കൻസികളും കാര്യങ്ങളെല്ലാം തന്നെ നാട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നാട്ടിൽ എവിടെ വെച്ചാണ് ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷനും അവിടുത്തെ HR-ൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് വിദേശത്തുള്ള ജോബുകൾക്ക് വേണ്ടി നാട്ടിൽ എവിടെയാണ് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നത് നമുക്ക് ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് വിശ്വസിച്ച് ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഏതാണ് ഈ വെബ്സൈറ്റ്, എങ്ങനെയാണ് ഈ വെബ്സൈറ്റിലൂടെ ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തെടുക്കേണ്ടത്, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഈ വെബ്സൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ, വിദേശത്തുള്ള ജോബ് വേക്കൻസികൾ, അതായത് UAE മാത്രമല്ല വേറെ ഏത് കൺട്രീസിലുള്ള ജോബ് വേക്കൻസികളും നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനും ആ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന മിക്ക ജോബുകളുടെയും ഇൻ്റർവ്യൂവും കാര്യങ്ങളെല്ലാം തന്നെ നാട്ടിലായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, അതിനായിട്ട് ജസ്റ്റ് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം emigrate.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. emigrate.gov.in എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് മിനിസ്ട്രി ഓഫ് ഫോറിൻ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പേജ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പോസ്റ്റഡ് ബൈ RI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരും. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ കൺട്രി സെലക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഏത് രാജ്യത്തിലോട്ടാണോ ജോബ് അന്വേഷിക്കുന്നത് ആ രാജ്യം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴെ തന്നെ നമ്മളുടെ ജോബ് ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റേറ്റ്, നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. തൊട്ട് താഴെ തന്നെ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലാണോ ആ ഡിസ്ട്രിക്റ്റും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ തന്നെ സെർച്ച് ജോബ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ജോബ് ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ട ജോബ് വേക്കൻസികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് ഏത് രാജ്യത്തിലാണ് ജോബ് വേക്കൻസി ഉള്ളത്, എത്ര രൂപയാണ് മന്ത്ലി സാലറി, നമ്മുടെ ഡെസിഗ്നേഷൻ, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റുകൾ, അതുപോലെ തന്നെ HR-ൻ്റെ കോൺടാക്റ്റ് നമ്പരും ഇമെയിൽ ID നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇൻ്റർവ്യൂ ലൊക്കേഷനും കാണാനായിട്ട് സാധിക്കും. ഇതുപയോഗിച്ച്, അതായത് ഈ HR-ൻ്റെ കോൺടാക്റ്റ് നമ്പരും മെയിൽ ID ഉപയോഗിച്ച് നമ്മൾ ഏത് ജോബിന് വേണ്ടിയാണോ സെർച്ച് ചെയ്യുന്നത് ആ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷനിൽ പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ ഡയറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റും കാര്യങ്ങളെല്ലാം തന്നെ അവരതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റിൽ പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഈ വെബ്സൈറ്റിലൂടെ എങ്ങനെയാണ് നമുക്ക് വേണ്ടിയതായിട്ടുള്ള ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തെടുക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയാണ് വരുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും UAE-ലോട്ടും അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലോട്ടും മറ്റ് രാജ്യങ്ങളിലോട്ടെല്ലാം ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റും മസ്റ്റായിട്ടും ഉപയോഗിച്ച് നോക്കുക. കാരണം നമ്മൾ വെറുതെ ഈ കൺസൾട്ടൻസീസിനൊക്കെ ക്യാഷും കൊടുത്ത് നമ്മൾ ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പറ്റിയ ജോബുകളോ കാര്യങ്ങളോ ഒന്നും അല്ലായിരിക്കും ലഭിക്കുന്നത്. പിന്നെ കിട്ടുന്ന ജോബിന് നമ്മൾ
കയറി പോകാനേ നോക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇത് ജെന്യുവൻ ആയിട്ടുള്ള വെബ്സൈറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ നമുക്ക് പറ്റിയ ജോബുകളും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ശരി ഗൈസ്, ഏതായാലും നിങ്ങൾ ഈ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അതായത് UAE-ലോട്ടും മറ്റ് രാജ്യങ്ങളിലോട്ടൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതായാലും വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ UAE വിശേഷങ്ങളും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.